ഹായ്, ഞാൻ സാലു. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഓർക്കിഡ് കെയറിനെ കുറിച്ചാണ്. ഓർക്കിഡ് ഇഷ്ടമല്ലാത്തവരാരും തന്നെ കാണില്ല. അത്ര മനോഹരമാണ് ഓർക്കിഡിൻ്റെ പൂക്കൾ കാണാനായിട്ട്. പക്ഷേ ഇത് എങ്ങനെയാണ് വളർത്തേണ്ടതെന്നുള്ള രീതിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് 6 മാസത്തിനുള്ളിൽ നല്ല രീതിയിൽ പൂക്കൾ തരുന്നതെന്ന് നോക്കാം. അതിന് കുറച്ച് ടിപ്സ് ഉണ്ട്, അതും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓർക്കിഡിൻ്റെ കോംബോ ഓഫേഴ്സിനെ കുറിച്ചും വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇന്ന് നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് ജിജി മാഡമാണ്. കൊല്ലം എഴുകോണിൽ താമസിക്കുന്ന ജിജി മാഡത്തിൻ്റെ ആന്തൂറിയം കളക്ഷൻസും അതിൻ്റെ കോംബോ ഓഫേഴ്സും ഒക്കെ നമ്മൾ നേരത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് അത് കണ്ട് അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പം നമുക്കിന്ന് എല്ലാ കാര്യങ്ങളും ജിജി മാഡത്തിൽ നിന്നും മനസ്സിലാക്കാം. ഇതാണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്ന ഓർക്കിഡ്. ഇത് ഡെൻഡ്രോബിയത്തിന്റെ സീഡ്ലിങ്സ് ആണ്. ഇത് നമ്മൾ ഇന്നൊരു കോംബോ ആയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. ഈ കാണുന്ന ഓർക്കിഡ് എല്ലാം ഇതൊരു 10 കളറുണ്ട്. ഈ 10 കളറിന് 1000 രൂപയ്ക്കാണ് തരുന്നത്. ഫ്ലവറിൻ്റെ പിക്കൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്ലാന്റ് സൈസ് കാണിക്കാം. ഇതാണ് പ്ലാന്റ് സൈസ്. നല്ല പ്ലാന്റ് ആണ് കേട്ടോ. നല്ല റൂട്ടൊക്കെ വന്ന് നല്ല പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത്. പിന്നെ ഇതിൽ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ, കുറച്ച് ചെറിയ പ്ലാന്റ്. അതിതാണ്. ഇത് റോസി റെഡ് എന്ന് പറയുന്ന ഒരു ഓർക്കിഡാണ്. നല്ല റെഡ് കളറാണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവറൊക്കെ കാണാൻ. ഇതൊരു മിനിയേച്ചർ ടൈപ്പാണ്. ഓർക്കിഡിൻ്റെ നടീൽ രീതിയാണ് കാണിക്കുന്നത്. ഇതാണ് നമ്മൾ നടാനായിട്ട് എടുക്കുന്ന സീഡ്ലിങ്സ്. ഇതെങ്ങനെയാണ് നടേണ്ടത് എന്ന വിധം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ആദ്യം കുറച്ച് വെള്ളം എടുക്കുക. അതിലേക്ക് കുറച്ച് സാഫ് ഇടുക. ഇത് സാഫ് എന്ന ഫംഗിസൈഡാണ്. നമ്മൾ എപ്പോഴും ഓർക്കിഡ് നടുമ്പോൾ എന്തെങ്കിലും ഒരു ഫംഗിസൈഡ് യൂസ് ചെയ്യണം. അന്നേരം ഇതിലേക്ക് കുറച്ച് സാഫ് ഇടുക. എന്നിട്ട് ഈ സീഡ്ലിങ്സ് കുറച്ച് നേരം ഒന്ന് മുക്കി വെക്കുക. നല്ലതായിട്ടൊന്ന് മുക്കി വെക്കണം. ഇനി ഇതിന് വേണ്ടുന്നത് കുറച്ച് കരിക്കട്ടയാണ്. നമ്മൾ ഇത് ഈ സീഡ്ലിങ്സ് നടാൻ നേരത്ത് കരിക്കട്ട മാത്രം യൂസ് ചെയ്താൽ മതി. ചിലർ തൊണ്ട്, പിന്നെ ഓടിൻ്റെ പീസ് ഇതെല്ലാം വെക്കും. അതൊന്നും വേണ്ട. കുറച്ച് കരിക്കട്ട മാത്രം എടുക്കുക. എന്നിട്ട് ഒരു പോട്ട് എടുക്കുക. ഓർക്കിഡ് നടാനുള്ള ഒരു പോട്ട് എടുക്കുക. അതിലേക്ക് കുറച്ച് കരിക്കട്ട ഇടുക. എന്നിട്ട് നമ്മൾ ഈ മുക്കി വെച്ചിരിക്കുന്ന സീഡ്ലിങ്സ് എടുക്കുക. എന്നിട്ട് കുറച്ച് കരിക്കട്ടയും കൂടെ വെക്കുക. ഇത്രയേ ഉള്ളൂ. പിന്നെ കുറച്ച് ഫംഗിസൈഡും കൂടി ഒന്ന് സ്പ്രേ ചെയ്യുക. ഓർക്കിഡിൻ്റെ ഗ്രോത്തിനായിട്ട് ഗ്രീൻ കെയർ എന്ന വാട്ടർ സോലുബിൾ ഫെർട്ടിലൈസർ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇതാണ് ഗ്രീൻ കെയർ. ഇത് എല്ലാ വളക്കടകളിലും പിന്നെ നഴ്സറികളിലും ഒക്കെ കിട്ടും. ഇത് 1 ലിറ്റർ വെള്ളത്തിൽ 1 സ്പൂൺ ആഴ്ചയിൽ ഒരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇത് എല്ലാ ആഴ്ചയിലും സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സീഡ്ലിങ്സ്, ഇതാണ് നമ്മൾ തരുന്ന സീഡ്ലിങ്സ്. ഈ സീഡ്ലിങ്സ് 6 മാസം ആകുമ്പോഴത്തേക്കും ഫ്ലവർ തരും.
അതുപോലെ ഓർക്കിഡ് പെട്ടെന്ന് വളരുവാനും നല്ല കരുത്തോടുകൂടി വളരാനും അത് നിറയെ പൂക്കാനൊക്കെ ഉള്ള ഒരു ടിപ്സ് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ കാണുന്നത് ശീമക്കൊന്നയുടെ ഇലയാണ്. ഇത് എല്ലാ വീടുകളിലും കാണുമല്ലോ. ഇത് നമ്മൾ കുറച്ചെടുത്തിട്ട് മിക്സിയിലൊന്ന് അരയ്ക്കുക. അരച്ചിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ലതായിട്ട് അരിച്ചെടുത്ത് ഈ ഓർക്കിഡിൻ്റെ ചുവട്ടിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമുക്കത് നല്ലൊരു റിസൾട്ടായിരിക്കും ഇത് കിട്ടുന്നത്. നമുക്ക് പൈസ ഒന്നും ചിലവില്ലാതെ നമ്മുടെ വീട്ടിലുണ്ടാക്കാവുന്നതല്ലേ. അന്നേരം ഇതും കൂടി ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓർക്കിഡ് പെട്ടെന്ന് തന്നെ വളരുകയും പൂക്കുകയും ഒക്കെ ചെയ്യും. ഇനി നമുക്ക് കുറച്ച് ഓർക്കിഡ് കളക്ഷൻസ് കണ്ടു നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആന്തൂറിയോ അല്ലെങ്കിൽ ഓർക്കിഡോ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, കോംബോ ഓഫേഴ്സിൽ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് ജിജി മാഡത്തിനെ കോൺടാക്റ്റ് ചെയ്യാം. ആന്തൂര്യത്തിൻ്റെ കോംബോ ഓഫേഴ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട്. അപ്പം അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഓർക്കിഡ് ഇഷ്ടപ്പെടുന്നവരോ ആന്തൂര്യം ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങളുടെ കയ്യിൽ എത്ര ടൈപ്സിലുള്ള ഓർക്കിഡ്സ് ആണ് ഉള്ളതെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഓർക്കിഡിന് പൂക്കളുണ്ടാവാൻ വേണ്ടി ചെയ്യുന്നതെന്നുള്ള കാര്യവും കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പം നമുക്കിനിയും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.